ഇന്ന് രാവിലെ നമ്മളെല്ലാവരും അറിഞ്ഞൊരു വാർത്തയാണ്. മണിയൻ പിള്ള രാജുവിൻ്റെ കാർ 2 പയ്യന്മാരെ തിരുവനന്തപുരം ജില്ലയിൽ വെച്ച് ഇടിച്ചു എന്നൊരു വാർത്ത. ഇവിടുത്തെ മീഡിയ കരുതി ആ വാർത്ത അങ്ങ് കൊട്ടിഘോഷിക്കാം. മണിയൻ പിള്ള രാജു ഒരു കുറ്റക്കാരനായിരിക്കുന്ന കാര്യങ്ങളൊക്കെ മീഡിയ ഭയങ്കര ഫ്ലാഷ് ന്യൂസായിട്ട് അങ്ങ് ഏറ്റെടുക്കുകയാണ്. സംഭവം നിസ്സാരപ്പെട്ട ഒരു ആക്സിഡൻ്റ് ആണെങ്കിൽ പോലും മീഡിയ അങ്ങ് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ സത്യാവസ്ഥ അറിയിക്കാൻ പോവുകയാണ്. മണിയൻ പിള്ള രാജു എന്ന ആക്ടറുടെ കയ്യിൽ ഒരു തെറ്റുമില്ല. അദ്ദേഹം വളരെ സ്മൂത്തായിട്ട് ആ കാറ് ഇറക്കിക്കൊണ്ടുവന്ന സമയത്ത് ഓവർ സ്പീഡിങ്ങിൽ വന്ന പയ്യന്മാർ ബൈക്ക് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കാറിൽ ഇടിക്കുകയായിരുന്നു, മറിഞ്ഞ് വീഴുകയായിരുന്നു. അദ്ദേഹം രാവിലെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, എൻ്റെ കാറിൽ ബൈക്ക് കൊണ്ട് വെച്ച് ഇടിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ അവരുടെ മൊഴി എഗെയിൻസ്റ്റുമായിരുന്നു. അദ്ദേഹം കാറിൻ്റെ ഇടിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ CCTV വന്നേക്കാണ്. ന്യൂസ് ചാനലെല്ലാം കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഈ വിഷയത്തിൽ അദ്ദേഹം മണിയൻ പിള്ള രാജു നിരപരാധിയാണ്. അദ്ദേഹം ഓക്കെ ആയിട്ടാണ് വണ്ടി ഓടിച്ചതുകൊണ്ട് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം ഈ കേസ് നിരപരാധിയാണ്. കുട്ടികളുടെ ഓവർ സ്പീഡിങ് ആയിരുന്നു ഈ വിഷയത്തിൽ കാരണം. അപ്പോൾ ഇനി ആരും അദ്ദേഹത്തെ കുറ്റം പറയാൻ നിൽക്കേണ്ട. ഓവർ സ്പീഡിങ് ചെയ്ത ബൈക്ക് യാത്രക്കാരാണ് കുറ്റക്കാർ. ഇത്ര പറയാനുള്ളൂ.